നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇപ്പോൾ യൂറോപ്പിൽ ആരാണ് ഏറ്റവും മികച്ച ടീമെന്ന് ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാർ PSG ആണ്. ഈ സീസണിലും അവർ അതേ മികവ് തന്നെ തുടരുന്നുമുണ്ട്. എന്നാൽ റയലിൻ്റെ അവസ്ഥ എന്താണ്? ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുന്നു റയൽ മാഡ്രിഡിൻ്റെ മുൻ സൂപ്പർ താരം കൂടിയായിട്ടുള്ള കരീം ബെൻസീമ. റയലിന് ഇല്ലാത്തതെന്ത്, PSG ഇപ്പോൾ ഉള്ളതെന്ത്, ഈ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, PSG എന്താണ് അവരെ ഗ്രേറ്റ് ആക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സ്റ്റാർട്ടിംഗ് ടീമിനെ ഇറക്കിയാൽ ആ പ്ലെയേഴ്സ് റൺ ചെയ്യും, ടീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് കളിക്കും. ദെൻ കോച്ച് ചേഞ്ച് വരുത്തുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്നു. അപ്പോൾ അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത താരങ്ങളെക്കാൾ കൂടുതൽ മികവ് കാണിക്കുന്നു. അങ്ങനെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട താരങ്ങളാണ് ആദ്യം ഇറങ്ങുന്നവരും പിന്നീട് ഇറങ്ങുന്നവരുമൊക്കെ. ആൻഡ് ദി സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവർ കൂടുതൽ മികവ് കാണിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന്, എന്താണ് അവർ ആ ടീമിന് ആ ഗെയിമിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് എല്ലാ താരങ്ങൾക്കും കൃത്യമായ റോൾ ക്ലാരിറ്റി ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കറിയാം, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങുന്ന ആൾക്കറിയാം. അതാണ് അവരുടെ ടീമിൻ്റെ ഒരു പ്രത്യേകത. മാഡ്രിഡിലോ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ടീമായിട്ട് ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ. ഞാൻ ഷൈൻ ചെയ്യും, പക്ഷേ ആ ചിന്താഗതി തെറ്റൊന്നുമില്ല. പക്ഷേ നീ ഇല്ലാതെ എനിക്ക് ഷൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് ടീം ഗെയിമാണ്. അവിടെ PSG ആരാ ടോപ്പ് ഗൈ? PSG ടോപ്പ് ഗൈ ലൂയിസ് എൻറിക്കെയാണ്. അതൊരു റിയൽ പാരീസ് ടീമാണ്. PSG ടീമിൽ സ്റ്റാറുകളില്ല. ഡെമ്പലെ ഒഴികെ മറ്റാരും സ്റ്റാറുകളല്ല. ഡെമ്പലെ കഴിഞ്ഞ തവണ ബാലൺ ഡി ഓർ നേടിയ ആളാണ്. പക്ഷേ അത് മറക്കുക. അവർ പ്രസ് ചെയ്യുന്നു, അവർ അറ്റാക്ക് ചെയ്യുന്നു, അവർ ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. അതാണ് ആ ടീം. അപ്പോൾ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും മുന്നേറ്റ നിരയിൽ ഒരുമിച്ചിറക്കാം. പക്ഷെ അവരെല്ലാവരും ടീമിന് വേണ്ടി റൺ ചെയ്തിരിക്കണം, ഒരുമിച്ച് അവർ ഫ്യൂൽ ചെയ്തിരിക്കണം ടീമിൻ്റെ പ്രകടനം. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവരും സെയിം ഫ്യൂവലിൽ കളിച്ചിരിക്കണം. അതാണ് വ്യത്യാസം. അതാണ് PSG ശക്തരാക്കുന്നതും എന്നാണ് ഇപ്പോൾ കരീം ബെൻസീമയുടെ നിരീക്ഷണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.